നമസ്കാരം. സ്പോട്ട് ലൈവിലേക്ക് സ്വാഗതം. കളിയിക്കാവിളിയിലെ കൊലപാതകത്തിന് പിന്നിലെ ലക്ഷ്യം എന്ത് എന്നതിൽ വ്യക്തതയില്ലാതെ അന്വേഷണ സംഘം. പണം തട്ടാനുള്ള കൊട്ടേഷൻ ആയിരുന്നോ അതോ കൊല്ലപ്പെട്ട ദീപുവിന്റെ തന്നെ അറിവോടെയായിരുന്നോ കൃത്യം എന്നതിൽ ഇതുവരെയും വ്യക്തത വന്നിട്ടില്ല. അതേസമയം പ്രതികൾ സഞ്ചരിച്ച വാഹനം കുലശേഖരപുരത്ത് ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തി. രണ്ടാം പ്രതി സുനിൽകുമാറിന്റെ ഉടമസ്ഥയിലുള്ളതാണ് വാഹനം. വിവരങ്ങളുമായി ബി വിനോദ് ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. വിനോദ്, ഈ സംഭവം നടന്ന മുഖ്യപ്രതിയെ പിടികൂടി, അമ്പിളിയെ പിടികൂടി ദിവസങ്ങൾ കഴിഞ്ഞിട്ടും പോലീസിന് ഈ കേസുമായി ബന്ധപ്പെട്ടൊരു വ്യക്തത വന്നിട്ടില്ല. അതായത് ഈ കൊലപ്പെടുത്താനുള്ള ഉദ്ദേശം എന്തായിരുന്നുവെന്ന് കൃത്യമായ ഒരു വിവരങ്ങൾ ലഭ്യമായിട്ടില്ല. ഈ പ്രതി അമ്പിളിയെ ചോദ്യം ചെയ്തതിൽ നിന്നും ഇതുവരെ ലഭ്യമായിട്ടുള്ള വിവരം എന്താണ്? ഈ കൂട്ടുപ്രതിയായിട്ടുള്ള, അതായത് ഈ കേസിലെ മുഖ്യ സൂത്രധാരനായിട്ടുള്ള സുനിൽകുമാറിനെ പിടികൂടിയാൽ മാത്രമേ ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ലഭ്യമാവുകയുള്ളൂ. ഈ സുനിൽ എവിടെയുണ്ട് എന്നതിനെ സംബന്ധിച്ച് എന്തെങ്കിലും സൂചനകൾ പോലീസിനുണ്ടോ വിനോദ്? ടോം, ഇപ്പോൾ ഏറ്റവും ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടി ഈ കേസുമായി ബന്ധപ്പെട്ട് സംഭവിച്ചിരിക്കുന്നു. പ്രതികൾ സഞ്ചരിച്ച വാഹനം കണ്ടെത്താൻ പോലീസിന് സാധിച്ചു. കുലശേഖരത്ത്, തമിഴ്നാട് കുലശേഖരത്ത് ഉപേക്ഷിക്കപ്പെട്ട നിലയിലാണ് ഈ വാഹനം കണ്ടെത്തിയത്. അതിൽ ഈ രണ്ടാം പ്രതി സുനിലിന്റെ ഉടമസ്ഥതയിൽ ഉള്ളതാണ്, സുനിലിന്റെ പേരിലുള്ള വാഹനമാണ്. ഇതിൽ ഈ കേസിൽ വളരെ പ്രധാനപ്പെട്ട ഒരു തൊണ്ടി മുതൽ തന്നെയാണ് ഈ വാഹനം. കാരണം കൊലപാതകത്തിന് അമ്പിളി സഞ്ചരിച്ചെത്തിയത് ഈ വാഹനത്തിലായിരുന്നു. അമ്പിളിക്ക് കൊലപ്പെടുത്താനുള്ള ബ്ലേഡും കത്തിയും അതോടൊപ്പം തന്നെ ക്ലോറോഫോം ഉൾപ്പെടെയുള്ള വസ്തുക്കൾ നൽകിയ ശേഷം അമ്പിളിയുമായി കളിയിക്കാവിളയിലേക്ക് പ്രതികൾ എത്തിയത്, മറ്റ് പ്രതികൾ, കൂട്ടുപ്രതികൾ എത്തിയത് ഈ വാഹനത്തിലാണ്. കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തുമ്പ് തന്നെയാണ് ഈ വാഹനം. കേസിന്റെ പ്രോസിക്യൂഷൻ ഘട്ടത്തിലേക്ക് പോകുമ്പോൾ വലിയ തെളിവായി മാറുന്ന ഒരു കാര്യം തന്നെയാണ് പ്രതികൾ സഞ്ചരിച്ച വാഹനം. ആ വാഹനം കണ്ടെത്തുന്നതിന് പോലീസിന് സാധിച്ചിരിക്കുന്നു. പക്ഷേ ഇപ്പോഴും സുനിൽ എവിടെ, രണ്ടാം പ്രതി സുനിൽ എവിടെ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. അമ്പിളിക്ക് എല്ലാ ചെയ്തു കൊടുത്തത് സുനിലാണ്. ഈ കൊലപ്പെടുത്താനുള്ള കത്തി, ബ്ലേഡ്, ക്ലോറോഫോം, അതോടൊപ്പം തന്നെ ഗ്ലൗസ്, ധരിക്കാനുള്ള വസ്ത്രം, ഇതെല്ലാം നൽകിയത് സുനിലാണ്. സുനിലിന്റെ പേരിൽ 2 മെഡിക്കൽ സ്ഥാപനങ്ങളാണുള്ളത്. സർജിക്കൽ എക്യുപ്മെന്റ്സ്, അങ്ങനെ ശസ്ത്രക്രിയാ ഉപകരണങ്ങൾ വിൽപ്പന നടത്തുന്ന 2 സ്ഥാപനങ്ങളാണ് നെയ്യാറ്റിൻകരയിലെ. ആ സ്ഥാപനങ്ങളിൽ കഴിഞ്ഞ ദിവസം പോലീസ് പരിശോധന നടത്തുകയും സീൽ ചെയ്യുകയും ചെയ്തിരുന്നു. ലൈസൻസ് ഇല്ലാതെയാണ് ഈ സ്ഥാപനങ്ങൾ പ്രവർത്തിച്ചിരുന്നതെന്നും കണ്ടെത്തി. ഈ കേസുമായി ബന്ധപ്പെട്ട് അമ്പിളിക്ക് പുറമെ മറ്റ് 2 പേർ കൂടി പിടിയിലായിരുന്നു. ഒന്ന് പ്രദീപാണ്. പ്രദീപ് ഈ സുനിലിന്റെ സഹായിയാണ്, കൂടെ എപ്പോഴും ഉള്ള ആളാണ്. പ്രദീപ് ചന്ദ്രൻ, ഈ പ്രദീപ് ചന്ദ്രന്റെ അറസ്റ്റും പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്, റിമാൻഡ് ചെയ്തിട്ടുണ്ട്. പ്രദീപ് ചന്ദ്രനിൽ നിന്നും കഴിഞ്ഞ ദിവസം പോലീസ് വിശദമായ മൊഴികൾ ശേഖരിച്ചിരുന്നു, ചോദ്യം ചെയ്യൽ നടത്തിയിരുന്നു. മറ്റൊരാൾ രാജേഷാണ്. ഇവരുമായി ബന്ധപ്പെട്ട ആൾ തന്നെയാണ് രാജേഷ്. രാജേഷിനെയും പോലീസ് കസ്റ്റഡിയിലെടുത്തു വിശദമായി ചോദ്യം ചെയ്യുകയാണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സുനിലിന്റെ ഇടപെടലാണ്. സുനിൽ ഏത് സാഹചര്യത്തിലാണ് അമ്പിളിയുമായി ചേർന്ന് ഈ കൊലപാതകത്തിന് കൂട്ടുനിന്നത് എന്നതാണ് പോലീസിനെ കുഴപ്പിക്കുന്ന ചോദ്യം. ദിവസം ഇത്രയായിട്ടും ഇതിന്റെ ലക്ഷ്യം എന്തായിരുന്നു, കൊലപാതകം നടത്തിയതിന്റെ ലക്ഷ്യം എന്തായിരുന്നു എന്നതിനെ കുറിച്ച് ഒരു വ്യക്തതയുമില്ല. ആദ്യഘട്ടത്തിൽ എല്ലാവരും അനുമാനിച്ചത് ഈ കൊല്ലപ്പെട്ട ദീപു കോറയിലെ ആവശ്യത്തിനുള്ള വാഹനം വാങ്ങുന്നതിന് വേണ്ടി പോണ്ടിച്ചേരിയിലേക്കുള്ള യാത്ര നടത്തുകയായിരുന്നു. വളരെ തന്ത്രപരമായി ഈ പരിചയമുള്ള അമ്പിളി വാഹനത്തിൽ കയറുകയും പണത്തിനു വേണ്ടി കൊലപാതകം നടത്തുകയും ചെയ്തു എന്ന നിലയ്ക്കാണ്. പക്ഷേ അവിടെയും ചില സംശയങ്ങളും ചോദ്യങ്ങളും ഉയർന്നുകൊണ്ട്, പ്രത്യേകിച്ച് അമ്പിളിയുടെ ആരോഗ്യസ്ഥിതി. 2 പേർ മാത്രമുള്ള ഒരു വാഹനം, ആ വാഹനത്തിനുള്ളിൽ ദീപുവിനെ കൊലപ്പെടുത്തുമ്പോൾ സ്വാഭാവികമായും ദീപുവിന്റെ ഭാഗത്തു നിന്ന് ഒരു പ്രതികരണം ഉണ്ടാകേണ്ടതാണ്. പക്ഷേ ആ നിലയ്ക്ക് പ്രതികരണം ഉണ്ടായില്ല. അപ്പോഴും അതിനെ അങ്ങനെ സാധൂകരിക്കുന്ന തരത്തിൽ വന്നത് ക്ലോറോഫോം ഇങ്ങനെ മണപ്പിച്ച് അതിനുശേഷം ബോധരഹിതനാക്കി കൊലപ്പെടുത്തി എന്നതാണ്. അവിടെയും ചില സംശയങ്ങൾ അവശേഷിക്കുന്നു. എന്തുകൊണ്ട് കളിയിക്കാവിളയിൽ നിന്ന് വാഹനത്തിൽ കയറാൻ ദീപു അനുവദിച്ചു? തുടക്കം മുതൽ തന്നെ തിരുവനന്തപുരത്തു നിന്നുള്ള യാത്രയിൽ തുടക്കം മുതൽ തന്നെ അമ്പിളി വാഹനത്തിൽ ഇല്ലാതെ പോയി. മറ്റൊന്ന്, കളിയിക്കാവിളയിൽ നിന്ന് കയറുന്നത് പിൻ സീറ്റിലേക്കാണ്. സ്വാഭാവികമായും ഒരാൾ മാത്രം സഞ്ചരിക്കുന്ന വാഹനത്തിൽ മറ്റൊരാൾ കൂടെ യാത്ര ചെയ്യുമ്പോൾ, പ്രത്യേകിച്ച് പരിചയമുള്ള ഒരാൾ മുൻ സീറ്റിൽ വരേണ്ടതാണ്. പക്ഷേ അവിടെ അമ്പിളി പിൻ സീറ്റിലാണ് കയറുന്നത്. അതിനുശേഷം ഈ ക്ലോറോഫോം പ്രയോഗിക്കുന്നു. കഴുത്തറത്ത്, മൃഗീയമായി കഴുത്തറത്ത് കൊലപ്പെടുത്തുകയാണ്. അതിനുശേഷം ഈ പണമടങ്ങിയ ബാഗുമായി
ഇറങ്ങിപ്പോവുകയും തൊട്ടടുത്ത മെഡിക്കൽ ഷോപ്പിലേക്ക് പോകുന്നതടക്കമുള്ള ദൃശ്യങ്ങൾ വന്നു. അവിടെയാണ് ഈ ചോദ്യങ്ങൾ, ചില സംശയങ്ങൾ ഉയരുന്നത്. ദീപുവിന്റെ ഇടപെടൽ അല്ലെങ്കിൽ ദീപുവിന്റെ അറിവോടുകൂടി തന്നെ ദീപുവിനെ കൊലപ്പെടുത്താൻ സ്വന്തമായി തന്നെ ഒരു സന്നദ്ധത അറിയിച്ചുകൊണ്ട് തന്നെ കൊലപ്പെടുത്തണമെന്ന ആവശ്യം ദീപു ഉന്നയിച്ചിരുന്നോ എന്ന ചില സംശയങ്ങളും ചോദ്യങ്ങളും ആദ്യഘട്ടത്തിൽ പോലീസ് അത് പൂർണ്ണമായും ശരിയല്ല എന്ന് പറഞ്ഞെങ്കിലും ഇപ്പോൾ പോലീസ് ആ വഴിക്കുള്ള അന്വേഷണങ്ങൾ നടത്തുന്നുണ്ട്. പ്രത്യേകിച്ച് ദീപുവിന്റെ സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ചാണ്, മറ്റ് ബാധ്യതകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇത് കേന്ദ്രീകരിച്ചുള്ള അന്വേഷണമാണ് ഇപ്പോൾ പോലീസ് നടത്തുന്നത്. നമുക്ക് പ്രാഥമികമായി മനസ്സിലാക്കാൻ കഴിയുന്നത് ഏതാണ്ട് 4 കോടി രൂപയ്ക്കടുത്തുള്ള ഇൻഷുറൻസ് ദീപുവിന് ഉണ്ടായിരുന്നു എന്നാണ്. അതായത് തന്റെ ബാധ്യതകൾ ഇൻഷുർ ചെയ്യുന്ന ഒരു നിലയിലേക്ക് ദീപു പോയിരുന്നു. അവിടെയാണ് ചില സംശയങ്ങൾ ഉളവാകുന്നത്. പക്ഷേ അതിനൊന്നും തന്നെ സ്ഥിരീകരണമോ അങ്ങനെ ഔദ്യോഗികമായ ഒരു ഭാഷ്യമോ ഇല്ല. പക്ഷേ നമുക്ക് ലഭിക്കുന്ന വിവരം അനുസരിച്ച് ഏതാണ്ട് 4 കോടി രൂപയുടെ ഇൻഷുറൻസ് ദീപു എടുത്തിരുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെയെങ്കിൽ ആ വഴിക്കുള്ള ചില സംശയങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ഈ കൊലപാതകത്തിന്റെ രീതി പരിശോധിക്കുമ്പോഴും അങ്ങനെയുള്ള ചില സംശയങ്ങൾ ഉളവാകുന്നുണ്ട്. ഇതിലെല്ലാം തന്നെ കൃത്യമായി ഈ പ്രതികൾ നൽകുന്ന മൊഴികളാണ് ഇതിന്. അതൊരു പോലീസിന്റെ ഒരു സംശയമാണോ വിനോദ്? കാരണം ഈ ഇൻഷുറൻസ് തുക തട്ടാനാണെങ്കിൽ മറ്റ് പല മാർഗങ്ങളും പിന്തുടരാമല്ലോ. നമുക്കറിയാം ഈ സുകുമാരക്കുറുപ്പിന്റെ കേസൊക്കെ ഇതുപോലുള്ള സംഭവങ്ങളൊക്കെ ഇതിന് മുൻപുണ്ടായിട്ടുള്ളതാണ്. പലപ്പോഴും ഇൻഷുറൻസ് തുക തട്ടാനുള്ള ശ്രമങ്ങളൊക്കെ പരാജയപ്പെട്ടിട്ടുണ്ട്. ഇവിടെ എന്തുകൊണ്ടായിരിക്കും? അങ്ങനെയാണെങ്കിൽ മറ്റ് സാധ്യതകൾ കൂടി പോലീസ് പരിശോധിക്കേണ്ടതല്ലേ? ഈ ദീപു നൽകിയ ഒരു കൊട്ടേഷൻ അല്ലെങ്കിൽ ദീപു തന്നെ നിർദ്ദേശം നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ കൊലപാതകമായിരുന്നുവെങ്കിൽ ദീപുവും ഈ സുനിൽകുമാറും അല്ലെങ്കിൽ ദീപുവും ഈ കൊലയാളിയായിട്ടുള്ള അമ്പിളിയും തമ്മിൽ ഫോൺ സംഭാഷണം നടത്തിയിട്ടുണ്ടോ? ഈ ഫോൺ രേഖകളടക്കം പരിശോധിച്ചാൽ ഇതുമായി ബന്ധപ്പെട്ട വ്യക്തതകൾ ലഭിക്കേണ്ടതല്ലേ? ടോം, ചില അവിടെയാണ് സംശയങ്ങൾ നിലനിൽക്കുന്നത്. പക്ഷെ അതിനെ നമുക്കൊരു ഔദ്യോഗികമായി സ്ഥിരീകരിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യമല്ല. പോലീസിൽ നിന്ന് നമുക്ക് അങ്ങനെ ഒരു വിവരം പൂർണ്ണമായി ഇതിന്റെ ലക്ഷ്യം എന്തായിരുന്നു എന്നത് സംബന്ധിച്ച് പോലീസ് പോലും ഇപ്പോഴും അന്വേഷിക്കുന്നേ ഉള്ളൂ. കൃത്യമായി ഒരു നിഗമനത്തിലേക്ക് എത്താൻ പോലീസിന് പോലും സാധിച്ചിട്ടില്ല. കാരണം പ്രധാനമായും ഈ പ്രതികൾ മൊഴി മാറ്റി പറയുന്നത്, മൊഴികളിലെ വൈരുദ്ധ്യം, ഇതെല്ലാം തന്നെ പരിശോധിക്കേണ്ടതുണ്ട്. മാത്രമല്ല ഈ സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ചുള്ള പൂർണ്ണമായ വിവരങ്ങൾ ലഭിക്കണം എന്ന കാര്യമാണ് പോലീസ് പറയുന്നത്. മാത്രവുമല്ല ഈ ദീപു വാഹനത്തിൽ സഞ്ചരിച്ചു പോകുമ്പോൾ ഈ പണം 10 ലക്ഷം രൂപ ഉണ്ടായിരുന്നു, 7 ലക്ഷം രൂപ കണ്ടെടുത്തു എന്ന് പറയുമ്പോഴും 3 ലക്ഷം രൂപ ദിവസങ്ങൾക്ക് മുൻപ് തന്നെ, അതായത് ഈ യാത്രയ്ക്ക് മുൻപ് തന്നെ അമ്പിളിയെ ദീപു ഏൽപ്പിച്ചിരുന്നു എന്ന ചില വിവരങ്ങളുണ്ട്. അതായത് അങ്ങനെയെങ്കിൽ എന്തിന് അമ്പിളിക്ക് ഇത്രയും വലിയ തുക 3 ലക്ഷം രൂപ ദീപു എന്തിന് മുൻകൂട്ടി നൽകി എന്ന ഒരു ചോദ്യം അവശേഷിക്കുന്നുണ്ട്. ടോം പറഞ്ഞതുപോലെ തന്നെ സുകുമാരക്കുറുപ്പിന്റെ ചരിത്രം നമുക്ക് അറിയാവുന്നതാണ്. തന്നെ പോലെ മറ്റൊരാളെ, അത് ഫിലിം റെപ്രസെന്റേറ്റീവായ ചാക്കോയെ കണ്ടെത്തുകയും കൊലപ്പെടുത്തുകയും ചെയ്യുന്ന രീതി. പക്ഷേ അവിടെ ഈ സംശയങ്ങൾ ഉണ്ടാകുന്നത് ഒരുപക്ഷെ മറ്റൊരാളെ അങ്ങനെ കണ്ടെത്തി കൊലപ്പെടുത്തുക എന്നതിനപ്പുറത്തേക്ക് ഒരു ആത്മഹത്യാ പ്രവണത ആ ഒരു നിലയിൽ തന്നെ തന്റെ മരണം കൊണ്ട് ഈ ബാധ്യതകൾ ഒഴിഞ്ഞു പോകുമോ, അങ്ങനെ ബാധ്യത ഉണ്ടോ എന്ന കാര്യമാണ് പോലീസ് പരിശോധിക്കുന്നത്. അതിൽ ഒരു സ്ഥിരീകരണം ഉണ്ടാകേണ്ടതുണ്ട്. അല്ലെങ്കിൽ അമ്പിളി ഒരു കൊട്ടേഷൻ പ്രവൃത്തിയായി ഈ കൊല നടത്തി അതിന് മറ്റുള്ളവരുടെ സഹായം തേടി എന്നതാണ്. പക്ഷെ അപ്പോഴും ഈ സൗഹൃദത്തിലുള്ള ആളുകൾ ഇവർ അടഞ്ഞുകിടന്ന കോറയ്ക്ക് മുന്നിൽ ഈ കൊലപാതകം നടക്കുന്നതിനും ദിവസങ്ങൾക്ക് മുൻപ് ഇവർ 2 പേർ മാറി നിന്ന് സംസാരിക്കുന്നു. വളരെ ഗൗരവത്തോടുകൂടിയുള്ള സംസാരം നടന്നു എന്ന് ദീപുവിന്റെ തന്നെ മറ്റ് ജീവനക്കാർ പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. അതെല്ലാം ചേർത്ത് വായിക്കുമ്പോൾ ഈ തരത്തിലുള്ള ചില സംശയങ്ങൾ നിലനിൽക്കുന്നുണ്ട്. പക്ഷേ ഇതെല്ലാം തന്നെ അന്വേഷണത്തിൽ വെളിപ്പെടേണ്ടതാണ്. ഈ കൊലപാതകത്തിന് മുൻപ് ഇപ്പോൾ കണ്ടെടുത്ത കാർ മറ്റൊരു സർവീസ് സെന്ററിലേക്ക് കൊണ്ടുപോയിരുന്നു. ഈ സർവീസ് സ്റ്റേഷനിലെ ആളുകളെയും പോലീസ് ചോദ്യം ചെയ്യുന്നുണ്ട്. ഇവരുമായി ബന്ധപ്പെട്ട മുഴുവൻ ആളുകളെയും, ഈ വാഹനങ്ങൾ, അതോടൊപ്പം തന്നെ ഈ വ്യക്തികൾ, ഇവരുമായി കേന്ദ്രീകരിച്ച് നേരത്തെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവരുമായി ഫോണിൽ സംസാരിച്ച ആളുകൾ, ഇവർ യാത്ര ചെയ്ത വഴികൾ തുടങ്ങി എല്ലാ കാര്യവും പോലീസ് പരിശോധിക്കുന്നുണ്ട്. അമ്പിളി ഒറ്റയ്ക്ക് ആ വാഹനത്തിനുള്ളിൽ, അമ്പിളിയുടെ ഒരു ശാരീരിക അവസ്ഥ, അമ്പിളി കടുത്ത പ്രമേഹ രോഗിയാണ്, മറ്റ് രോഗങ്ങളെല്ലാം അലട്ടുന്ന ആളാണ്, ഏതാണ്ട് 60 വയസ്സിനടുത്തുള്ള ഒരാളാണ്. അവിടെ ഒരു മൽപ്പിടുത്തത്തിനോ ആ തരത്തിൽ ഒരു ശാരീരികമായിട്ടുള്ള ഒരു ഏറ്റുമുട്ടലിനോ ഒക്കെ ഉള്ള സാധ്യത തീരെ കുറവാണ്. മാത്രവുമല്ല ക്ലോറോഫോം നൽകി എന്ന കാര്യം വ്യക്തമാണ്. അങ്ങനെയെങ്കിൽ
അത് ദീപുവിന്റെ കൂടി സമ്മതത്തോടു കൂടി അദ്ദേഹത്തെ ബോധരഹിതനാക്കിയ ശേഷം ഈ കൊലപാതകം നടത്തിയതാണോ, അതല്ല ഈ മറ്റ് സംഘങ്ങൾ, അതായത് സുനിലും പ്രദീപും അതോടൊപ്പം തന്നെ അമ്പിളി അടങ്ങുന്ന സംഘം മുൻകൂട്ടി തയ്യാറാക്കി അവർ മദ്യപിച്ചിരുന്നപ്പോൾ ഗൂഢാലോചന നടത്തി എന്ന വിവരമുണ്ട്. മദ്യപിച്ചവർ ഈ കൊലപാതകത്തെ കുറിച്ച് സംസാരിച്ചു എന്ന വിശദാംശങ്ങൾ വന്നിരുന്നു. പ്രദീപിന്റെ ഫോണിൽ ഈ കഴുത്തറുത്ത് കൊല നടത്തുന്നതിനെ കുറിച്ചുള്ള അഭ്യൂഹങ്ങൾ വരുമ്പോൾ ഈ ദീപുവിന്റെ കുടുംബത്തിന്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും പ്രതികരണം വന്നിട്ടുണ്ടോ? കാരണം ഈ കുടുംബം തന്നെ ദീപുവിന്റെ കൊലപാതകത്തിന് ശേഷം കുടുംബം തന്നെയാണ് ദീപുവിന് ഗുണ്ടാ ഭീഷണി ഉണ്ടായിരുന്നു, പല രീതിയിലുള്ള ഭീഷണി സന്ദേശങ്ങളും ഫോൺ കോളുകളും വന്നിരുന്നു എന്ന പരാതി ഉന്നയിച്ചത്. അവർ ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്ന ഈ ഇൻഷുറൻസ് തുക തട്ടാനുള്ള കൊലപാതകമായിരുന്നു എന്ന രീതിയിലുള്ള പ്രചരണങ്ങളെ അല്ലെങ്കിൽ അഭ്യൂഹങ്ങളെയൊക്കെ അതിനോടൊക്കെ എങ്ങനെയാണ് അവർ പ്രതികരിക്കുന്നത്? ഇപ്പോഴും അവർ ഉറച്ചു വിശ്വസിക്കുന്നത് ഒരു കൊട്ടേഷൻ കൊലപാതകമായിരുന്നു, ഒരു ഗുണ്ടാ കൊലപാതകമായിരുന്നു എന്ന് തന്നെയാണോ കുടുംബം ഉറച്ചു വിശ്വസിക്കുന്നത്? അങ്ങനെ തന്നെയാണ് അവരുടെ ആദ്യത്തെ മൊഴി. ഈ കൊലപാതകം നടന്ന് മാധ്യമങ്ങൾ പ്രതികരണം തേടുമ്പോഴും അവർ പറഞ്ഞത് ഭീഷണി ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ്. 10 ലക്ഷം രൂപ ചില കൊട്ടേഷൻ അംഗങ്ങൾ ചോദിക്കുകയും അത് പിന്നീട് 50 ലക്ഷം രൂപയാക്കി ഉയർത്തി എന്നതടക്കമുള്ള കാര്യങ്ങൾ അവർ പറഞ്ഞിരുന്നു. കളിയിക്കാവിള പോലീസ് സ്റ്റേഷനിലേക്ക് തമിഴ്നാട് പോലീസ് അവരെ വിളിച്ചു വരുത്തി അവരിൽ നിന്ന് കുടുംബാംഗങ്ങളിൽ നിന്നും മൊഴിയെടുത്തു. പക്ഷേ അവർ തിരികെ ഇറങ്ങുമ്പോൾ നമുക്ക് അടക്കമുള്ള മാധ്യമങ്ങൾക്ക് പ്രതികരണം ചോദിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. പോലീസ് അങ്ങനെ മാധ്യമങ്ങൾ പ്രതികരണം തേടുന്നതിൽ നിന്ന് വിലക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷെ അവരുടെ അപ്പോഴത്തെ ഒരു മാനസികാവസ്ഥ നമുക്കറിയാം. വളരെ കുടുംബത്തിലെ ഒരു പ്രധാനപ്പെട്ട ആളിന്റെ വിയോഗം ഉണ്ടാക്കിയ ഒരു വേദനയുണ്ട്. ഏതായിരുന്നാലും പോലീസിന്റെ ഭാഷ്യമാണ് നമുക്ക് ഇതിൽ കൂടുതൽ സ്ഥിരീകരണമായി ഔദ്യോഗികമായി നമുക്ക് ഏറ്റവും അവസാനത്തെ കാര്യമായി പറയാൻ കഴിയുക. തമിഴ്നാട് എസ്.പിയുടെ കന്യാകുമാരി എസ്.പിയുടെ നേതൃത്വത്തിലാണ് ഇപ്പോൾ 8 അംഗ സംഘത്തിന്റെ അന്വേഷണം പുരോഗമിക്കുന്നത്. തക്കല DOSP ആണ് ഇതിന് അന്വേഷണത്തിന് നേതൃത്വം നൽകുന്നത്. പ്രതികൾ, പ്രത്യേകിച്ച് അമ്പിളി ഒരു സ്ഥിരം കുറ്റവാളി ആയിരുന്ന ആളാണ്. 2 കൊലക്കേസുകൾ ഉൾപ്പെടെ 50ഓളം കേസുകളിൽ പ്രതിയായിരുന്ന ആളാണ്. അതുകൊണ്ട് തന്നെ അമ്പിളി വളരെ തന്ത്രപരമായ ചില നീക്കങ്ങൾ, അത് മൊഴികളിലെ വൈരുദ്ധ്യം, കൃത്യമായ കാര്യങ്ങൾ പറയാതിരിക്കുക തുടങ്ങി പോലീസിനെ കുഴപ്പിക്കുന്ന രീതിയിൽ അമ്പിളിയുടെ മൊഴികൾ നൽകുന്നു എന്ന കാര്യമാണ് പോലീസ് പറയുന്നത്. അവിടെ മുഖ്യപ്രതി, 1-ാം പ്രതി ഇങ്ങനെ മൊഴി മാറ്റുമ്പോൾ പോലീസിനെ സംബന്ധിച്ച് കൂടുതൽ സാഹചര്യ തെളിവുകൾ, മറ്റ് രേഖകൾ ഇതെല്ലാം തന്നെ പരിശോധിച്ച് മാത്രമേ ഒരു നിഗമനത്തിലേക്ക് എത്താൻ കഴിയൂ. കൂടുതൽ ആളുകളെ ചോദ്യം ചെയ്യുന്നുണ്ട്. ഇൻഷുറൻസ് തുക അത് നേടാനുള്ള ഒരു നീക്കമായിരുന്നു എന്ന സംശയം ബലപ്പെട്ട് നിൽക്കുന്നുണ്ട്. പക്ഷെ അപ്പോഴും ഈ കൊട്ടേഷൻ പ്രവൃത്തി അല്ലെങ്കിൽ കൊട്ടേഷൻ കൊലപാതകം എന്നത് തള്ളിക്കളയുന്നില്ല. അങ്ങനെയെങ്കിൽ ഈ 10 ലക്ഷം രൂപ വാങ്ങി വാഹനത്തിൽ നിന്ന് എടുത്ത ശേഷം എന്തുകൊണ്ട് ആ ഗൂഢാലോചനയിൽ പങ്കെടുത്തവർ പിന്നീട് അമ്പിളിയെ കൊണ്ടുപോകാനായി എത്തിയില്ല എന്നത് അടക്കമുള്ള ചോദ്യങ്ങളുണ്ട്. കാരണം അവർ സ്ഥിരം കുറ്റവാളികളല്ല. ഏത് സാഹചര്യത്തിലാണ് അവർ ഇതിലേക്ക് വന്നത് എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കുന്നുണ്ട്. അമ്പിളിയെ കളിയിക്കാവിളയിലേക്ക് കൊണ്ടുവിടുന്നത് സുനിലിന്റെ വാഹനത്തിലാണ്. ആ വാഹനത്തിൽ പ്രദീപും ഉണ്ടായിരുന്നു എന്ന വിവരമാണ് പുറത്തു വന്നത്. പക്ഷേ ഈ കൃത്യം നടത്തിയ ശേഷം അമ്പിളിയെ തിരികെ കൂട്ടിക്കൊണ്ടുപോകാൻ, കാരണം ആ വാഹനത്തിൽ പണമുണ്ട് എന്ന കാര്യം വന്നവർക്കും അറിയാവുന്നതാണ്. പക്ഷേ അവർ എന്തുകൊണ്ട് പിന്നീട് ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് മടങ്ങിപ്പോയി? ഒന്നുകിൽ അവർക്ക് അതിന്റെ ഒരു അപകടം മനസ്സിലായിട്ടുണ്ടാകണം. ആ ഒരു ഭയത്താൽ അവർ അവിടെ നിന്ന് മാറി എന്ന് തന്നെ നമുക്ക് കരുതാം. അതല്ലാതെ മറ്റൊരു കാരണം, ഏതെങ്കിലും അമ്പിളിയുമായുള്ള പിന്നീടുള്ള തർക്കമോ അങ്ങനെ എന്തെങ്കിലും കാര്യമോ എന്നതിനപ്പുറത്തേക്ക് ഒരുപക്ഷെ ഈ കൃത്യം നടന്ന ശേഷം അതിന്റെ പ്രത്യാഘാതം, അതേക്കുറിച്ചുള്ള ചിന്തകൾ, അതായിരിക്കാം ഒരുപക്ഷെ അവരെ മടങ്ങിപ്പോകാൻ പ്രേരിപ്പിച്ചത്. അമ്പിളിയെ കൂട്ടാതെ അവർ മടങ്ങിപ്പോവുകയായിരുന്നു. സുനിൽ ഇതുവരെയും പിടിയിലായിട്ടില്ല. വ്യക്തമാണ്. തിരുവനന്തപുരത്ത് നിന്ന് VV വിനോദാണ് വിവരങ്ങൾ നൽകിയത്. കളിയിക്കാവിള ദീപു കൊലപാതക കേസിൽ ഇപ്പോഴും പോലീസിന് ഒരു വ്യക്തത വന്നിട്ടില്ല. കൊലപ്പെടുത്താനുള്ള, ദീപുവിനെ കൊലപ്പെടുത്താനുള്ള കാരണം എന്താണെന്ന് കണ്ടെത്താൻ കഴിയാത്തതും അതോടൊപ്പം മുഖ്യ ആസൂത്രകനായിട്ടുള്ള സുനിൽകുമാറിനെ പിടികൂടാൻ കഴിയാത്തതുമാണ് പോലീസിനെ സംബന്ധിച്ചേറെ വെല്ലുവിളി നിറഞ്ഞ കാര്യം.